Hello everyone, I am Karunakaran. ക്ലാസ് തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്ക് തന്നെ പരീക്ഷ എത്തി. ഈ സെമസ്റ്ററിൽ ആകെ 2 സീരീസ് ടെസ്റ്റാണ് ഉണ്ടാവുക. അതിൽ സീരീസ് ടെസ്റ്റിന് ഇൻറ്റേർണൽ എക്സാമിനേഷനാണ്, അതിനാണ് സീരീസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സീരീസ് ടെസ്റ്റ് ഈ മാസം ഒക്ടോബറിൽ, അതായത് ഈ മാസം തന്നെ വിതിൻ 10 വർക്കിംഗ് ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഫസ്റ്റ് സീരീസ് ടെസ്റ്റ് വരും, അതായത് ഫസ്റ്റ് ഇൻറ്റേർണൽ എക്സാമിനേഷൻ വരും. ആകെ 4 മൊഡ്യൂളുകൾ. ആ 4 മൊഡ്യൂളിൽ തന്നെ ഒരു മൊഡ്യൂൾ എടുത്ത് കഴിയുമ്പോഴേക്ക് ആദ്യത്തെ ഇൻറ്റേർണൽ എക്സാമിനേഷൻ വന്നു. ആ എക്സാമിനേഷൻ്റെ മാർക്ക് സ്പ്ലിറ്റപ്പ് ഒന്ന് കണ്ടോളൂ. ഈച്ച് സബ്ജക്ട്സ്, ഉദാഹരണം മാത്സ് എടുത്തോളൂ. മാത്സിന് ടോട്ടൽ മാർക്ക് 100 അല്ലേ, ആ മാർക്ക് സ്പ്ലിറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് അതിന് 40 മാർക്കാണ്, CIA എന്നാണെന്ന് പറയുക. കണ്ടിന്യൂസ് ഇൻറ്റേർണൽ അസസ്മെൻറ്റിന് 40 മാർക്ക്. പിന്നെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന് 60 മാർക്ക്. അതാണ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ. നോക്കണേ, നിങ്ങൾ ഫൈനലായിട്ട് ഡിസംബറിൽ എഴുതാൻ പോകുന്ന യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് 60 മാർക്ക് മാത്രമേ ഉള്ളൂ. 40 മാർക്ക് നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കോളേജിൽ നിന്നും ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ടോട്ടൽ മാർക്കിൻ്റെ സ്ഥിതി. കണ്ടിന്യൂസ് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് CIE 40 മാർക്ക് എങ്ങനെ സ്പ്ലിറ്റപ്പായി വരുന്നു എന്ന് നോക്കിക്കോളൂ. അത് ആദ്യം അറ്റൻഡൻസ് ആണ്. അറ്റൻഡൻസിന് 5 മാർക്ക്. ആ 5 മാർക്ക് നിങ്ങൾ ജസ്റ്റ് കോളേജിൽ അധികം ലീവൊന്നും എടുക്കാതിരുന്നു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്, 5 മാർക്സ്. പിന്നെ കണ്ടിന്യൂസ് അസസ്മെൻ്റ് ആണ്. അത് കോളേജിൽ കഴിയുന്ന വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ 10 മാർക്ക് 40-ൽ 10 മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇൻറ്റേർണൽ എക്സാമിനേഷനാണ്. സീരീസ് എക്സാമിനേഷൻ എന്നാണ് അവിടെ പറയുക. ആ എക്സാമിനേഷന് 1 and 2 2 എക്സാമിനേഷൻസാണ് ഉണ്ടാവുക. 10 മാർക്ക് വീതം ഓരോ എക്സാമിനേഷനും. അതിലാദ്യത്തേതാണ് അടുത്ത 10 ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. ഈ ഒക്ടോബറിൽ തന്നെ നടക്കാൻ പോകുന്നത്. എല്ലാ 4 സബ്ജക്റ്റിനും ഇപ്പോഴേ എക്സാമിനേഷൻ നടക്കും. ഇങ്ങനെയാണ് അതിൻ്റെ മാർക്കിൻ്റെ സ്പ്ലിറ്റപ്പ്. വളരെ കുറച്ച് 4 മൊഡ്യൂളല്ലേ എടുത്തിട്ടുള്ളൂ. അതിൽ ഒരു മൊഡ്യൂൾ മാത്രം പഠിച്ച് ബിടെക്കിന് വേണ്ട 100 മാർക്കിൽ ആദ്യത്തെ 10 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഇതൊന്ന് നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ അല്ലേ, 10 ഔട്ട് ഓഫ് 10 എളുപ്പത്തിൽ നേടാൻ പറ്റും, നിങ്ങൾക്ക് നേടാം. ദാറ്റ് ഓൾസോ ഇൻ 10 days. ഫസ്റ്റ് അല്ലേ, അടുത്ത് വരാൻ പോകുന്ന 10 days കിട്ടുന്ന ക്ലാസ് പൂർണ്ണമായും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കിട്ടുന്ന ക്ലാസ്സിനെ, കോളേജിൽ നിന്ന് കിട്ടുന്ന ക്ലാസ്സിനെ പൂർണ്ണമായി ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം ചിലപ്പോൾ എല്ലാ ടീച്ചേഴ്സൊന്നും ഒരുപോലെ പ്രസൻറ്റേഷനിൽ ടോപ്പ് ആയിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ നിലവാരം കുറഞ്ഞ ക്ലാസ്സുകളായിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് അധികം ആണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, യൂട്യൂബിൽ നല്ല ക്ലാസ് ഉണ്ടാവും, പോയിട്ട് അത് കാണണം. കോളേജിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത ശേഷം യൂട്യൂബിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ക്ലാസ് അറ്റൻഡ് ചെയ്യണേ, കോളേജിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, നന്നായിട്ട് സബ്ജക്റ്റ് മനസ്സിലാക്കും. പിന്നീട് യൂട്യൂബിൽ പോയിട്ട് അത് നല്ല മിടുക്കന്മാരായ ഫ്രണ്ട്സ് നിങ്ങൾക്ക്, അവർ ഫ്രണ്ട്സ് ഓഫ് എനി കോളേജ്, നിങ്ങളെ കോളേജിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾ +2 പഠിച്ച കുട്ടികൾ നല്ല കോളേജിൽ പഠിക്കുന്നുണ്ടല്ലോ, ആരുടെയെങ്കിലും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. ആ ക്ലാസ്, യൂട്യൂബിലുള്ള നല്ല ക്ലാസ് കിട്ടാൻ ശ്രമിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. അങ്ങനെയുള്ള ശ്രദ്ധിക്കണം, നിലവാരമില്ലാത്ത ക്ലാസ് പഠിച്ചിട്ട് ശ്രദ്ധിച്ച് ഒരുപാട് സമയം അതിൻ്റെ മുകളിൽ മെനക്കെടാൻ പോകരുത്. നല്ല ഫ്രണ്ട്സിൻ്റെ അടുത്ത് കിട്ടുന്ന നല്ല ക്ലാസ് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഓൾറെഡി സെലക്ട് ചെയ്ത ക്ലാസ് ആയിരിക്കും, അത് കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്തുക, അത് വെച്ച് പഠിക്കുക. അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, യു മസ്റ്റ് ഷെയർ ഇറ്റ് യുവർ ഫ്രണ്ട്സ് ഓൾസോ. കിട്ടുന്ന ക്ലാസ് യു മസ്റ്റ് ഷെയർ യുവർ ഫ്രണ്ട്സ്. കാരണം മേക്ക് എ പോസിറ്റീവ് പവർഫുൾ ഫ്രണ്ട് സർക്കിൾ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സാധാരണ ഡിഗ്രി അല്ല നിങ്ങളുടെ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് കിട്ടുന്ന നല്ല ക്ലാസ്സസ് മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുക. ഫസ്റ്റ് സീരീസ് ടെസ്റ്റിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുമ്പോൾ 10 ഔട്ട് ഓഫ് 10 നേടാം. ഒരു മോഡ്യൂൾ മാത്രമല്ലേ പഠിക്കണ്ടൂ. നിങ്ങളുടെ സബ്ജക്റ്റ് പഠിപ്പിച്ച അധ്യാപകർ തന്നെയാണ് ആ ക്വസ്റ്റ്യൻ ഇടുന്നത്. ഇനി ആ പഠിപ്പിച്ച അധ്യാപകൻ തന്നെയാണ് അത് വാല്യൂ ചെയ്യുന്നത് അല്ലേ. നിങ്ങൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്ത് പാസ്സാകേണ്ടത് അധ്യാപകൻ്റെ കൂടെ ഒരു ആവശ്യമാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഫസ്റ്റ് എക്സാമിൽ 10 ഔട്ട് ഓഫ് 10 നേടുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നന്നായി ഉയരും ശരിക്കും അല്ലേ. അതാണ്
ബി ടെക് നിങ്ങളെ ഈ ഒരൊറ്റ എക്സാമിൽ നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങി കോൺഫിഡൻസ് ലെവൽ ഉയർത്തുന്ന സമയത്ത് ബി ടെക്കിൽ നിങ്ങൾ അപാരമായിട്ട് ഇനി അങ്ങോട്ടുള്ള ഓരോ എക്സാമിനേഷനും പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഡു യുവർ ബെസ്റ്റ്. തുടക്കം നന്നാവട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.